സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയെപ്പറ്റി നാം പലവരു ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ധനപ്രതിസന്ധി ഇപ്പോഴും അതേ രൂക്ഷതയിൽ തുടരുകയാണ്. പുതുവർഷം തുടങ്ങി, പക്ഷേ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിയിൽ മാത്രം രൂക്ഷത ഏറിയിട്ടേ ഉള്ളൂ, ഒട്ടും കുറവ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് നാം ആലോചിക്കും തോറും, അതായത് അഴിക്കും തോറും മുറുകുന്ന കെട്ട് എന്ന് പറഞ്ഞതുപോലെ, നാം ആലോചിച്ചത് കൊണ്ടോ ഗവൺമെന്റ് ആലോചിച്ചത് കൊണ്ടോ മാത്രം കാര്യമില്ല. ഇത് ശക്തമായ നടപടി ഗവൺമെന്റ് എടുക്കണം, വകുപ്പുകളെ കാര്യക്ഷമമാക്കണം. എങ്കിൽ മാത്രമേ വരുമാന സമാഹരണം ശക്തി പ്രാപിക്കുകയുള്ളൂ, ഖജനാവ് നിറയുകയുള്ളൂ. അതായത് ഗവൺമെന്റിന്റെ ഓരോ വകുപ്പിലുമായിട്ട് കിടക്കുകയാണ് നികുതിയേതര വരുമാന മാർഗങ്ങൾ. അപ്പൊ ആ ഓരോ വകുപ്പും കാര്യക്ഷമമായിട്ട് ആ സമാഹരണം ശ്രദ്ധിച്ചാൽ മാത്രമേ നികുതിയേതര വരുമാനം വർദ്ധിക്കുകയുള്ളൂ. ഓർമ്മിക്കണം, 2000 വേൾഡ് ബാങ്ക് ഒരു ലോക പഠനം നടത്തി. 168 രാജ്യങ്ങളിലെ നികുതിയേതര വരുമാനം എത്രയുണ്ട് എന്നറിയാൻ വേണ്ടി, അതിന്റെ ആ തോത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോ 168 രാജ്യങ്ങളിലെ നികുതിയേതര വരുമാന സംസ്ഥാനത്തിന്റെ ആകെ, രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനം, അതിൽ നികുതിയേതര വരുമാനത്തിന്റെ ശതമാനം എത്ര, അതായിരുന്നു വേൾഡ് ബാങ്ക് നടത്തിയ പഠനം. അപ്പൊ ആ പഠനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കണ്ടെത്തൽ, ശരാശരി നികുതിയേതര വരുമാനം ആകെ വരുമാനത്തിന്റെ 39% എന്നായിരുന്നു. ആകെ വരുമാനം, സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 39% നികുതിയേതര വഴികളിലൂടെ വരുന്ന വരുമാനമാണ് എന്നർത്ഥം. ശരാശരി എന്ന് വെച്ചാൽ ചില രാജ്യങ്ങളിൽ അത് 40, 45, 50 ആയിരിക്കാം. മറ്റു ചില രാജ്യങ്ങളിൽ 20, 15 ഒക്കെ ആകാം. കേരളത്തിലും ഇന്ത്യയിലും അത് 10% താഴെയായിരുന്നു ആ സമയത്ത്. 2000 അത് 2013-14 കാലഘട്ടത്തില് 6% കേരളത്തില്. അതായത് നികുതിയേതര വരുമാനവും തമ്മിലുള്ള അനുപാതം എന്ന് വെച്ചാൽ അത്ര മോശമായിരുന്നു നികുതിയേതര വരുമാനത്തിന്റെ കളക്ഷൻ. അപ്പൊ എന്താണ് ഈ നികുതിയേതര വരുമാനം? ഇത് നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ പിഴയായിട്ട് വരുന്നതുണ്ട്, അതുപോലെ ഫീസ് ആയിട്ട് വരുന്നതുണ്ട്. അതായത് ഫൈൻ, ഫീസ്, അങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലും ഒരു ഖജനാവിലേക്ക് വരുന്ന, അതായത് ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര ബൃഹത്തായ ഒന്നു ആലോചിച്ച് നോക്കൂ. എല്ലാത്തരം ഫീസുകളും, അതായത് കോളേജുകളിലെ ഫീസ്, എല്ലാത്തരം കോളേജുകളിലെയും ഫീസ് എന്ന് ഓർക്കണം. അങ്ങനെ ഫീസിന്റെ ഇനത്തിൽ വരുന്ന എല്ലാം. പിന്നെ അതുപോലെ ഫൈൻ ആയിട്ടാണ്. പിന്നെ ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് അതോടുകൂടി ഒരു ഫീസ് കാണും. അങ്ങനെ ഒത്തിരി തലങ്ങളുണ്ട് ഫീസിന്. അതുപോലെ തന്നെയാണ് പിഴ. ആരൊക്കെ ഒരു കുറ്റം ചെയ്തോ ആ കുറ്റത്തിന്, ഇപ്പൊ മോട്ടോർ വെഹിക്കിൾസ് വകുപ്പ് ചാർത്തുന്ന പിഴ, പോലീസ് വകുപ്പ് ചാർത്തുന്ന പിഴ, അങ്ങനെ പിഴകൾക്ക് തന്നെ പല തട്ടുകളുണ്ട്. അതും കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നികുതിയേതര വരുമാന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ക്വാറി, കല്ല് വെട്ടി ഇറക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പെർമിഷൻ കൊടുക്കുക. അപ്പൊ അങ്ങോട്ട് വരുന്ന ഫീസ്, ഈ ക്വാറി, അത് റോയൽറ്റി എന്നാ അതിന് പറയുക. ആ റോയൽറ്റി, ഇങ്ങനെ 36 പ്രധാനപ്പെട്ട തരം വരുമാനം ചേരുന്നതാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനം എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ പറഞ്ഞ നേരത്തെ കേരളത്തിലെ 2013-14 വർഷത്തെ നികുതിയേതര വരുമാനം ആകെ വരുമാനത്തിന്റെ വെറും 6% എന്ന്. എന്നിട്ട് അന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ 4-5 പേര് ചേർന്ന് എല്ലാ വകുപ്പുകളെയും കോണ്ടാക്ട് ചെയ്ത് നന്നായിട്ട് ഒരു പഠനം നടത്തി. മാണി സാറാണെന്ന് ധനമന്ത്രി. അദ്ദേഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായി പഠിച്ച് രേഖപ്പെടുത്തി. ഏതൊക്കെ നികുതിയേതര വരുമാനത്തിൽ വർധനവാകാം, എവിടെയൊക്കെയാണ് കുടിശ്ശിക കിടക്കുന്നത്, എങ്ങനെയാണ് അത് പിരിച്ചെടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെ പറ്റി കർശനമായ നിർദ്ദേശങ്ങളാണ് അദ്ദേഹത്തിന് മുൻപിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്. അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 13-14 വർഷത്തിൽ ഈ 6% നിന്ന് ഇരട്ടിയിലേറെ 13% അത് വർദ്ധിച്ചു. അങ്ങനെ 13% വർദ്ധിച്ചു കഴിഞ്ഞ് അതിൽ ഏതാനും വർഷങ്ങൾ ഏകദേശം അങ്ങനെ പോയി. കാരണം ഈ നികുതിയേതര വരുമാന നിരക്കുകൾ വർധനവൊക്കെ നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഗവൺമെന്റ് മാറി, LDF ഗവൺമെന്റ് വരുന്നു. അപ്പൊ LDF ഗവൺമെന്റിനും ആ പഠനം ബേസ് ചെയ്ത് വർദ്ധിപ്പിക്കാമായിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. ചെയ്തിരുന്നെങ്കിൽ
നമ്മുടെ ഖജനാവ് ഇത്രയും കാലിയാകുന്ന ഒരവസ്ഥ വരില്ലായിരുന്നു. കാരണം ഫിസിക്കൽ ക്രൈസിസ് ഉണ്ടായിരുന്നു UDFന്റെ കാലത്തെങ്കിലും ഇതുപോലെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതായത് UDFന്റെ കാലത്ത്, അതായത് പിന്നെ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് പറയുന്നത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്, അതായത് സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ആദ്യ കാലം മുതൽ, സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, ആ സഞ്ചിത കടം GSDPയുടെ 29% കൂടാൻ പാടില്ലെന്നാണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നിർദ്ദേശിക്കുന്നത്. അത് UDF ഭരിച്ചിരുന്ന 2016 വരെയുള്ള കാലഘട്ടത്തില് 2012 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വർഷവും 29%-ന് മുകളിൽ പോയില്ല. പക്ഷേ LDF ഭരിക്കാൻ തുടങ്ങിയ 2016 മുതലുള്ള എല്ലാ വർഷവും അത് 29%-ന്റെ മുകളിലാണ്. 2019-20 മുതൽ അത് 36, 35, 37 ഈ തരത്തിലാണ്. അതിനും മുകളിലാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം. അത് ബജറ്റിന് പുറത്താണ് എന്ന് പറഞ്ഞെടുക്കുന്ന കടം. അപ്പൊ ഇതാണ് കേരളത്തിന്റെ ഒരു ധനസ്ഥിതി. ഈ ധനസ്ഥിതി മാറണമെങ്കിൽ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നികുതിയേതര വരുമാന സമാഹരണം ഊർജ്ജസ്വലമാക്കണം. 1. 2, നികുതി സമാഹരണവും അതുപോലെ ഊർജ്ജസ്വലമാക്കണം. പക്ഷെ ഇതിന് CAG എന്താ പറയാറുള്ളത്? CAG പറയുന്നത് എപ്പോഴാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് വകമാറ്റി ചെലവഴിക്കുന്നു, അതുപോലെ തന്നെ ഈ കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അമാന്തം കാണിക്കുന്നു എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കുറ്റപ്പെടുത്താറുള്ളത്. അതൊക്കെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നിരാകരിക്കുന്നു, അതൊരു വശത്ത്. പക്ഷെ അതൊക്കെ സത്യമാണ് എന്നുള്ളത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇപ്പോ നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറഞ്ഞാല് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തോട് 17,000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷം, അതായത് 2014 ജനുവരിയിൽ ആവശ്യപ്പെട്ടത് 30,000 കോടി കൂടി കടമെടുക്കണമെന്നായിരുന്നു. അങ്ങനെ അനുവദിക്കില്ല എന്ന് വന്ന് സുപ്രീം കോടതി വരെ ആ കേസ് പോയതും അവസാനം 13,608 കോടി കടമെടുക്കാൻ സമ്മതിച്ചതും നമ്മുടെ മനസ്സിലുണ്ട്. ആ കഥയുടെ ഒരു പുനർജനി പോലെയാണ് ഈ ജനുവരിയിൽ വന്നിരിക്കുന്ന കഥ. പക്ഷെ കുറച്ചും കൂടി സൈസ് ചെറുതായി എന്ന് മാത്രം. ഇപ്പൊ പറയുന്നത് 17,000 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ്. അപ്പൊ ഈ 17,000 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറയുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുശാസിക്കുന്നത് ഒരു വർഷം ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന കടം എന്ന് പറയുന്നത് അവരുടെ GSDP എന്ന് വെച്ചാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനം, സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം, അതിന്റെ 3% കൂടാൻ പാടില്ല. അപ്പൊ നമുക്ക് നോക്കണ്ടേ എത്രയാണ് നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന്? കേരളത്തിന്റെ ഈ കഴിഞ്ഞ 24-25 ബജറ്റിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന, അതായത് BE ബജറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ആഭ്യന്തര മൊത്ത വരുമാനം എന്ന് പറയുന്നത് 13,11,346.69 കോടിയാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്നോടെ ഞാൻ പറയാം, 13,11,436.69 കോടിയാണ് പ്രതീക്ഷിക്കുന്ന GSDP. അപ്പൊ അതിന്റെ 3% നമുക്ക് ഈ 24-25 വർഷം കടമെടുക്കാവുന്നത്. 3% എന്ന് പറയുമ്പോൾ എത്ര വരും? അത് കണക്ക് കൂട്ടുമ്പോൾ വരുന്നത് 39,343 കോടി രൂപയാണ് വരുന്നത്. പക്ഷെ അങ്ങനെ 39,343 കോടി രൂപ കടമെടുക്കാം എന്ന് കരുതി സംസ്ഥാന ഗവൺമെന്റ് 24-25 വർഷം ആരംഭിച്ചപ്പോൾ ആഗ്രഹിച്ചു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഒരു കടുംവെട്ട് വെട്ടി. എന്തായിരുന്നു ആ കടുംവെട്ട്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അതായത് കിഫ്ബി വഴി എടുത്തിരിക്കുന്ന കടവും, കഴിഞ്ഞ വർഷം എടുത്ത കടവും, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്ത കടവും ഇതിനകത്തങ്ങ് ഉൾപ്പെടുത്തി. അപ്പൊ അത്രയും കുറച്ച് മാത്രമേ കടമെടുക്കാവൂ. ആ എമൗണ്ട് തട്ടിക്കിഴിച്ചിട്ട് അതെന്തായിരുന്നു അങ്ങനെ ഗവൺമെന്റ് ചെയ്ത്? അത് കടുംവെട്ടാണോ? ഒരിക്കലും കടുംവെട്ടല്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു, CAGയും പറഞ്ഞു. എന്താ പറഞ്ഞത്?
കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടമെടുപ്പും ബജറ്റിന് പുറത്തല്ല. അവ രണ്ടും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അല്ല, അവ ബജറ്റിനകത്ത് വരേണ്ടവയാണ്. എന്തുകൊണ്ടാണ് അവ ബജറ്റിനകത്ത് വരേണ്ടവയാണെന്ന് തറപ്പിച്ചു പറഞ്ഞത്? കാരണം അവയുടെ പലിശയും മുതലും കൊടുക്കുന്നത് ഖജനാവിൽ നിന്നാണ്, ബജറ്റ് വഴിയാണ്. ഖജനാവിലേക്ക് പണം വരുന്നത് ബജറ്റ് വഴിയാണല്ലോ, അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് കമ്മട്ടമൊന്നുമില്ല പണം അടിച്ചിറക്കുന്നത്. അപ്പൊ ബജറ്റ് വഴി വരുന്ന ആ പണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പണം, നികുതിയേതര വരുമാനം വഴി വരുന്ന പണം. അതുകൊണ്ടാണ് അത് ബജറ്റ് വഴിയുള്ള പണമാണെന്നും അതിൽ നിന്നെടുത്താണ് ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും ഉള്ള കടം തിരിച്ചടക്കേണ്ടത്, അതിന്റെ പലിശ അടയ്ക്കേണ്ടതൊക്കെ. അതുകൊണ്ട് അത് ബജറ്റിനകത്താണ് എന്ന് പറഞ്ഞാണ് ബജറ്റിൽ നിന്ന് എടുക്കാമെന്ന് ഇവർ വ്യാമോഹിച്ച 39,343 കോടിയിൽ നിന്ന് ഈ രണ്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും വഴി എടുത്ത കടം വെട്ടിക്കുറച്ചത്. അങ്ങനെ വെട്ടിക്കുറച്ച് പിന്നെ എടുക്കാമായിരുന്ന എമൗണ്ട് ആണ് ഇതുവരെ എടുത്തിരുന്നത്. അത് തന്നെ ഡിസംബർ വരെ കേന്ദ്രം അനുവദിച്ചത് 23,000 കോടി മാത്രമായിരുന്നു. ഡിസംബർ വരെ അനുവദിച്ചത് 23,000 കോടിയായിരുന്നു. ആ 23,000 കോടിയുടെ സ്ഥാനത്ത് 30,000 കോടി വരെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഗവൺമെന്റ് 17,000 കോടി കൂടി കടമെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ 17,000 കോടിക്കകത്ത് ശരിക്കും പറഞ്ഞാല് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണം, ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സ്മാർട്ട് മീറ്റർ വരെ വരുന്ന ഒരു സമ്പൂർണ്ണ പരിഷ്കരണം കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ആ എമൗണ്ട് മേടിക്കേണ്ടതായിരുന്നു അതിന്റെ. പക്ഷെ അത് കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കാതെ വന്നത് എന്താണെന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതായത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരുന്നു സ്മാർട്ട് മീറ്റർ കൊണ്ടുവരണം. എന്തിനാണ് സ്മാർട്ട് മീറ്റർ? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പ്രസരണ നഷ്ടം, അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 20% മുതൽ 30% വരെ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സറിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്ന് മോഷണം നടത്തുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ഈ ഭൂപ്രകൃതി അനുസരിച്ച് പല തരത്തിലും നഷ്ടം വരുന്നുണ്ട്. എല്ലാം കൂടി വലിയ നഷ്ടമാണ് വരുന്നത്. അപ്പൊ ഈ നഷ്ടം എല്ലാം നികത്താൻ പറ്റും സ്മാർട്ട് മീറ്റർ കൊണ്ടുവച്ചാൽ. മോഷണം ഒട്ടുമേ പറ്റില്ല സ്മാർട്ട് മീറ്റർ കൊണ്ടുവച്ചാൽ. അപ്പൊ അങ്ങനെ സ്മാർട്ട് മീറ്റർ കൊണ്ടുവയ്ക്കാനായിട്ട് ടോട്ടക്സ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്മാർട്ട് മീറ്റർ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏതോ ഒരു പ്രൈവറ്റ് കമ്പനിയുമായിട്ട് ഇതിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി, കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർക്ക് ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കില്ല. അത് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയേഴ്സ് തന്നെ ഇവിടേക്ക് ആവശ്യമായ ഒരു സ്മാർട്ട് മീറ്റർ ഉൽപ്പാദിപ്പിച്ചോളാം, ഇവിടുത്തെ മറ്റ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് ഒരു സ്മാർട്ട് മീറ്റർ രൂപകൽപ്പന ചെയ്ത് അത് ഇവിടെ സ്ഥാപിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം 0.5% കിട്ടേണ്ടിയിരുന്ന 4,586 കോടി നഷ്ടപ്പെട്ടു. ഈ വർഷവും അത് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം 6,250 കോടിയാണ് ഈ സ്മാർട്ട് മീറ്ററിന്റെ രൂപകൽപ്പനയും എല്ലാം പൂർത്തിയാക്കിയാൽ നമുക്ക് കിട്ടുക. അത് കൂടി ചേർന്നാണ് ഈ 17,000 കോടിയുടെ റിക്വസ്റ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണം ഇപ്പോഴെങ്ങും നടക്കുന്ന ലക്ഷണമില്ല. എല്ലാ ദിവസവും പത്രത്തില് അതുമായിട്ട് വരുന്ന വാർത്തകള് എല്ലാവരും തന്നെ, ഇവിടുത്തെ മലയാളവും ഇംഗ്ലീഷും അറിയാവുന്ന എല്ലാവരും തന്നെ വായിക്കുന്നുണ്ടാവും. എല്ലാ ദിനപത്രങ്ങളിലും അതേപറ്റിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നടന്നാൽ എപ്പോഴെങ്കിലും നടക്കും, എപ്പോഴെങ്കിലും നടത്തിയാലല്ലേ പറ്റൂ. അങ്ങനെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 17,000 കോടി കിട്ടിയാൽ എന്തൊക്കെ സംഭവിക്കാം? 17,000, അതായത് വസ്തുനിഷ്ഠമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ 30,000 കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ട് സമ്മതിക്കുന്നില്ല. സുപ്രീം കോടതി ഇടപെടണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ ഗവൺമെന്റ് സമീപിച്ചപ്പോൾ പറഞ്ഞത് മിനിമം 30,000 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ചെലവുകൾ വഹിക്കാൻ പറ്റൂ. ഈ വർഷം ഗവൺമെന്റ് വലിയ വൈതരണിയിലാണ് എത്തിയിരിക്കുന്നത്. അത് നമുക്കറിയാം. കാരണം പ്ലാൻ, എല്ലാ വകുപ്പുകളുടെയും പ്ലാൻ ചെലവ് ബജറ്റിൽ പറഞ്ഞിരുന്നതിന്റെ 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഓൾറെഡി. 100 രൂപ ചെലവഴിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിരുന്നെങ്കിൽ 50 രൂപയെ ചെലവഴിക്കുള്ളൂ എന്ന രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മുഴുവൻ പദ്ധതികളുടെയും ഫണ്ട് 50% വെട്ടിക്കുറച്ചിരിക്കുക. അങ്ങനെ കുറച്ചിട്ട് പോലും ഫിസ്ക്കൽ ക്രൈസിസ് കഴിഞ്ഞ വർഷത്തേതിനേക്കാളും
അധികരിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 17,000 കോടി വായ്പ ചോദിച്ചിരിക്കുന്നത്, എടുക്കാൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ചിലർക്കൊക്കെ ചില സഹായം കിട്ടും. എന്തൊക്കെയാണ് കിട്ടുക? അതായത് കഴിഞ്ഞ ശമ്പള പെൻഷൻ പരിഷ്കരണം കഴിഞ്ഞ തവണ നടത്തിയപ്പോൾ കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശിക, അതായത് പരിഷ്കരണത്തിന്റെ എമൗണ്ട്, അത് കുടിശ്ശികയായി പല ഗഡുക്കളായിട്ടാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്തെങ്കിൽ തന്നെയും ഇപ്പോഴും പെൻഷൻകാർക്ക് ഒരു ഗഡു കുടിശ്ശിക കിടക്കുകയാണ്. ആ ഒരു ഗഡു കുടിശ്ശിക കൊടുക്കണമെങ്കിൽ തന്നെ 450 കോടി വേണം. അപ്പൊ അവരുടെ കാര്യം അവർക്ക് തന്നെയും ഉണ്ട്. ഡിയർനെസ് അലവൻസിന്റെ, അതായത് അതിനുവേണ്ടി അലവൻസ് അനുവദിച്ചതിന്റെ പേരിൽ കൊടുക്കാനുള്ള കുടിശ്ശിക ഇനിയും കിടക്കുകയാണ്, അതായത് പെൻഷൻകാർക്ക് പോലും. അപ്പോ നമ്മൾ ഓർക്കണം, ഇപ്പോ ഈ വർക്കിലിരിക്കുന്നവര്, അതായത് ഇപ്പൊ ഗവൺമെന്റ് ജീവനക്കാര്, ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികകൾ അവർക്ക് ഇനിയും കൊടുക്കാനുണ്ട്, ഡിയർനെസ് അലവൻസും അവർക്ക് ഇനിയും കൊടുക്കാനുണ്ട്. അതിനിപ്പോഴും ഈ 17,000 കോടി കിട്ടിയാലും അത് മതിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്കിപ്പോ ഒരു 40,000 കോടിയൊക്കെ ഗവൺമെന്റ് കയ്യിൽ എത്തിയാലേ ഗവൺമെന്റിന് ഈ പറയപ്പെട്ട കുടിശ്ശികകൾ മുഴുവൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, 3 ഗഡു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിടക്കുകയാണ്. അത് ഈ 17,000 കിട്ടുന്ന പക്ഷം അതിലൊരു ഗഡു 850 കോടി അതിനുവേണ്ടി മാറ്റിവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവിടെ പിന്നെയും കുടിശ്ശികയുണ്ട്. അപ്പോൾ ഒരു സംശയവും കൂടി നമുക്ക് വരികയാണ് ഇതിനിടയ്ക്ക്. കഴിഞ്ഞ ബജറ്റില് 2 രൂപ സെസ് ഏർപ്പെടുത്തിയിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ. അത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്നാണ് പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷ പെൻഷൻ സെസ് എന്ന പേരിലാണ് ആ സെസ് ഏർപ്പെടുത്തിയത്. പക്ഷെ ആ ഫണ്ടിനെ പറ്റി അത് എത്ര കിട്ടിയെന്നോ അത് എന്ത് ചെയ്തെന്നോ ഒന്നും, അതും CAG പറയുന്നത് പോലെ വക മാറ്റിയതാണോ, അതുകൊണ്ടാണോ ഈ 1,600 രൂപയുടെ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത് എന്ന് നമുക്ക് ഉറപ്പില്ല. രണ്ടായാലും സംസ്ഥാന ഗവൺമെന്റ് വലിയ അതിതീവ്രമായ ധനപ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്ക് അതായത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ ഈ 17,000 കോടിയുടെ വായ്പ അനുവാദം ലഭിക്കണം. ഇനി അതിന് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരുമോ, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വർഷാരംഭത്തിൽ തന്നെ സർക്കാർ കടുത്ത ബുദ്ധിമുട്ടിലാണ്. അതുപോലെ സർക്കാർ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവരും എല്ലാവരും ബുദ്ധിമുട്ടിൽ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് നല്ലത് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിച്ച് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സമാഹരിക്കുന്നതിലുള്ള കെടുകാര്യസ്ഥതയ്ക്ക് അറുതി വന്നാൽ മാത്രമേ നമുക്ക് നല്ല പ്രതീക്ഷയോടെ ഈ വർഷമാണെങ്കിലും അടുത്ത വർഷമാണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.